latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് എത്തുക പുതിയ മാറ്റങ്ങളുമായെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ താരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന തരത്തിലുള്ളതാണ് മാറ്റങ്ങൾ. ഓരോ ടീമിന്റെയും അവസാന 11-ൽ 6 ഇന്ത്യൻ താരങ്ങളും 5 വിദേശ താരങ്ങളുമാണ് ഉണ്ടാവുക. ആദ്യ 3 സീസണിൽ 5 ഇന്ത്യൻ താരങ്ങൾക്ക് മാത്രമേ ആദ്യ 11-ൽ കളിക്കാനാകുമായിരുന്നു. പരമാവധി 6 വിദേശ താരങ്ങളെയും കളിപ്പിക്കാമായിരുന്നു. ISL ഗവേണിംഗ് ബോഡി ഓരോ ഫ്രാഞ്ചൈസിയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ത്യൻ താരങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുന്ന കാര്യം തീരുമാനമായത്. ഇന്ത്യയുടെ പരിശീലകനായ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകണമെന്ന് പറഞ്ഞിരുന്നു. കോൺസ്റ്റന്റൈന്റെ ഈ നിർദ്ദേശം ISL ഗവേണിംഗ് ബോഡി പ്രാവർത്തികമാക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. ഓരോ ക്ലബിനും 17 ഇന്ത്യൻ താരങ്ങളെയും 8 വിദേശ താരങ്ങളെയും ലേലത്തിലെടുക്കാം. ഇത്രയും താരങ്ങളെ ടീമിലെത്തിക്കാൻ 18 കോടി രൂപയാണ് ഓരോ ക്ലബിനും ചെലവാക്കാൻ അനുവദിക്കപ്പെട്ട തുക. അതേസമയം മാർക്വേ താരത്തിന് കൊടുക്കേണ്ട ശമ്പളം ഗവേണിംഗ് ബോഡി മുന്നോട്ട് വച്ച ശമ്പള പരിധിക്കുള്ളിൽ വരില്ല. നേരത്തെ 14 ഇന്ത്യൻ താരങ്ങളും 11 വിദേശ താരങ്ങളുമാണ് ഓരോ ടീമിലും ഉണ്ടായിരുന്നത്. ടീമിൽ 2 അണ്ടർ 21 താരങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട്. ഓരോ ഫ്രാഞ്ചൈസിയും 2 ഇന്ത്യൻ താരങ്ങളെ ടീമിൽ നിലനിർത്തുമെന്ന് വ്യക്തമാക്കിയതായും ISL ക്ലബ് ഒഫീഷ്യൽസ് വ്യക്തമാക്കി. ബുധനാഴ്ച ക്വാലാലംപൂരിൽ നടക്കുന്ന മീറ്റിംഗിന് ശേഷം ഓരോ ഫ്രാഞ്ചൈസിയും ടീമിനെ പ്രഖ്യാപിക്കും. ജൂലൈയിലെ ആദ്യ ആഴ്ചയിലായിരിക്കും ഇന്ത്യൻ താരങ്ങൾക്കായുള്ള ലേലം. ടീം നിലനിർത്താത്ത താരങ്ങളും കഴിഞ്ഞ സീസണിൽ ISLന്റെ ഭാഗമാകാത്ത കളിക്കാരും ലേലത്തിൽ പങ്കെടുക്കും. അപ്പോൾ പുതിയ മാറ്റങ്ങളുമായി ആയിരിക്കും ISL എത്തുക. പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.